എടത്തൊട്ടി ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ നാഷണൽ സർവീസ് സ്കീമിന്റെ 41ാം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ 8ാമത് സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം എടത്തൊട്ടി ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. അതാണ് മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യമായ 3 കാര്യങ്ങളെങ്കിൽ അതിൽ പാർപ്പിടത്തിന് വലിയ പ്രാധാന്യവും. കേരളം ഒരു ഘട്ടത്തിൽ കേട്ട ഗാനത്തിന്റെ വരികൾ നമ്മുടെ മനസ്സിൽ തറക്കേണ്ടതാണ്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. അവസ്ഥയുള്ള നിരവധി ആളുകൾ ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. ഗവൺമെന്റിന്റെ പല സ്കീമുകളുമുണ്ട്. പഞ്ചായത്തും ആ സ്കീമുകളിൽ സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഭവന നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെയും അതുപോലെ ഗുണഭോക്താവിന്റെയും വിഹിതം കൂട്ടിച്ചേർത്ത് പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അത് പൂർണ്ണമല്ല. ഈ വീടില്ലാത്തവരായി, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവരായിട്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ കോളേജിലെ വിദ്യാർത്ഥിനികളെ ആ ഭവന നിർമ്മാണത്തിൽ പങ്കാളികളായിക്കൊണ്ട് യൂണിവേഴ്സിറ്റിയും ഈ കോളേജും ചേർന്ന് NSS വോളണ്ടിയേഴ്സ് എല്ലാം ചേർന്നുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല ഒരു ഭവന നിർമ്മാണം നടപ്പിലാക്കി ആ വീടിന്റെ ആളുകൾക്ക് കൈമാറുന്നു. വളരെ മനോഹരമാണ്. വീടില്ലാത്തവർക്കൊരു നമ്മുടെ വീട്ടിൽ കൂടുതൽ ചടങ്ങ്, ബാല്യകാഴ്ച ചടങ്ങ്, ഗൃഹപ്രവേശനം അല്ലെങ്കിൽ വീട് വെഞ്ചരിപ്പ്, അതിനൊക്കെ വളരെ സന്തോഷത്തോടെയാണ്, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ടെല്ലാം കടന്നു ചെയ്യുന്നത്. വിദ്യാർത്ഥിനികളെ സംബന്ധിച്ച് നാളെ നിരവധി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടവരാണ് നിങ്ങൾ. ഞാൻ ഓർമ്മിക്കുന്നു, ഞാൻ ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ NSS വോളണ്ടിയർ ആയിട്ട് ചേരുന്നത്. ഞങ്ങളുടെ കോളേജിൽ നിന്ന് വീടില്ലാത്ത ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി NSSന്റെ വോളണ്ടിയേഴ്സ് പോയി. അപ്പൊ കട്ട പിടിച്ചാണ് വീട് വെക്കുന്നത്. മണ്ണിന്റെ കട്ട പിടിച്ചാണ്. കട്ട പിടിക്കുന്ന ജോലി ഏറ്റവും അറിയാവുന്ന എനിക്കായിരുന്നു. ഞാൻ മലബാർ മിലിറ്ററിയിൽ നിന്ന് പോയി പഠിക്കുന്ന വിദ്യാർത്ഥി ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കട്ട പിടിച്ചാണ് വീടിന്റെ ഭിത്തി വെച്ചത്. അതിന്റെ അനുഭവം കൊണ്ടായിരിക്കാം ആ NSSന്റെ ആ സേവന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഫാദർ പീറ്റർ ഓരോത്ത് അധ്യക്ഷത വഹിച്ചു. മാനേജർ ഫാദർ ജോർജ് പൊട്ടായിൽ, കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോയ് നമ്പുടാകം, വാർഡ് മെമ്പർ ജിൻസി, ഡോക്ടർ അബ്രഹാം ജോർജ്, മാളവിക മജൂന്ദാർ, തോമസ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ എടത്തൊട്ടി ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സേവ് എനർജി സേവ് ഫ്യൂച്ചർ പദ്ധതിയുടെ ലോഞ്ചിങ്ങും മന്ത്രി നിർവഹിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ.